ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തിരുപ്പതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുപ്പതിയിൽ നിന്നും കൊല്ലത്തേക്ക് ഒരു വീക്കിലി ട്രെയിനുണ്ട്. ആ ഒരു ട്രെയിനിലെ യാത്രയാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റേണിഗുണ്ടയിൽ നിന്നുമാണ് ഞാൻ തിരുപ്പതിയിലേക്ക് ഈ ഒരു മെമു ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊല്ലം തിരുപ്പതി ട്രെയിനിൽ നമുക്ക് റേണിഗുണ്ട സ്റ്റോപ്പില്ല. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ തിരുപ്പതിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന വീക്കിലി എക്സ്പ്രസ് ട്രെയിൻ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് നമ്മുടെ തിരുപ്പതി ബസ് സ്റ്റേഷനും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ മുഴുവനായിട്ടും ഒന്ന് കറങ്ങി ചുറ്റിയടിച്ച് കണ്ടതിന് ശേഷം തിരികെ വീണ്ടും സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്നതായിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് കേട്ടോ ഈ കാണുന്ന തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. കാരണം ഈ തിരുപ്പതിയിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ, ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ട് ഇതേപോലെ എസ്കലേറ്ററുണ്ട് കേട്ടോ. അപ്പോൾ തിരക്ക് കൂടിയത് കൊണ്ട് ഇതിപ്പോൾ എസ്കലേറ്റർ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ടെക്നീഷ്യൻ അടുത്ത് നിൽപ്പുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരക്ക് കുറയുന്നതിനനുസരിച്ചിട്ട് വീണ്ടും ഓൺ ചെയ്ത് ആളുകൾ നടന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്. തൊട്ടടുത്ത എസ്കലേറ്റർ താഴേക്ക് വരാനുള്ളതാണ്. പക്ഷേ ഈ തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എസ്കലേറ്റർ ഓഫ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഇവിടെ ഒരു പട്ടി കുറച്ച് നേരമായിട്ട് നമ്മുടെ ഈ ട്രെയിനിൻ്റെ പല കോച്ചുകളിൽ ആരെയോ തിരക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ 5 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഓരോന്നിലും 24 കോച്ചുകളുള്ള ട്രെയിനുകൾ കൈകാര്യം ചെയ്യാം. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും എസ്കലേറ്റർ സൗകര്യവും ലഭ്യമാണ്. എല്ലാ ദിവസവും തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ 45 ജോഡി ട്രെയിനുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. ചിറ്റൂർ ജില്ലയിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ വരുന്ന തീർത്ഥാടകരുടെ സ്ഥിരം യാത്രാപാതയാണ് ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലുള്ള തിരുപ്പതി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ഈ തിരുമല വെങ്കടേശ്വര ക്ഷേത്രം. വിഷ്ണുവിനെ ഇവിടെ വെങ്കടേശ്വര സ്വാമി എന്ന രൂപത്തിൽ ആരാധിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുമലയിലെ 7 കുന്നുകളിൽ ഒന്നിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ക്ഷേത്രം സപ്തഗിരി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഡയറക്റ്റ് ബസ് സർവീസുകൾ നമുക്ക് ലഭിക്കും. AC, non-AC ബസ്സിലൂടെ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ എപ്പോഴും ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന കവാടം കേട്ടോ. പക്ഷേ അവിടെ ഇപ്പം പണി നടക്കുന്നത് കണ്ട് അതുവഴി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. തൊട്ടടുത്ത ഒരു ഇടത്തോട്ട് മാറിയിട്ട് ഒരു വഴിയിലൂടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് കയറേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം ബസ്സുകളുടെ ബുക്കിംഗ് കൗണ്ടറുകളൊക്കെ നമുക്ക് കാണാം. നമുക്ക് ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്ത് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടും ഫ്രണ്ടിലായിട്ട് നമ്മുടെ റെയിൽവേയുടെ ഒരു ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ട്രെയിൻ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോകുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഇതൊരു താൽക്കാലിക എൻട്രൻസ് ആണ് കേട്ടോ. നിലവിൽ ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത്. നമ്മൾ കയറി ഉടനെ തന്നെ സ്റ്റെപ്പിനടുത്തായിട്ട് ഒരുപാട് പേര് ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഇവിടെ ഒരുപാട് UTS ടിക്കറ്റ് കൗണ്ടർ മെഷീനുകളുണ്ട് കേട്ടോ. നമുക്ക് അതുവഴി സ്വന്തമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാം. ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് നമുക്ക് നേരിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയും ഒരു ഡിസ്പ്ലേ ടെലിവിഷൻ വെച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന തിരുപ്പതി കൊല്ലം എക്സ്പ്രസ് 2:40 പ്ലാറ്റ്ഫോം നമ്പർ 4 നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഇവിടെ എസ്കലേറ്റർ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു എസ്കലേറ്റർ വഴി നമുക്ക് മുകളിലേക്ക് ബ്രിഡ്ജിലേക്ക് എത്തി അവിടെ നിന്നും ക്രോസ് ചെയ്ത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. പോരാത്തിന് ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. 1891 സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി സൗത്ത് ആർക്കോട് ജില്ലയിൽ നിന്നും കാട്ട്പാടി, ചിറ്റൂർ വഴി പകാല വരെ മീറ്റർ ഗേജ് ലൈൻ ആരംഭിച്ചു. അതിനുശേഷം തിരുപ്പതി വഴി പോകുന്ന കാട്ട്പാടി ഗുഡൂർ ലൈന് ബ്രോഡ് ഗേജ് ആക്കി മാറ്റി. സോ ഗുണ്ടക്കൽ റെയിൽവേ ഡിവിഷനിൽ A1 വിഭാഗം സ്റ്റേഷനായാണ് ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനെ തരംതിരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന ആദ്യ 100 സ്റ്റേഷനുകളിൽ ഒന്നാണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ നമ്പർ 17421 തിരുപ്പതിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന തിരുപ്പതി കൊല്ലം വീക്കിലി എക്സ്പ്രസ് ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൃത്യസമയത്ത് തന്നെയാണ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും ഒരു അരമണിക്കൂറുണ്ട് നമുക്ക് ഇവിടെ നിന്നും യാത്ര തുടങ്ങാനായിട്ട്. ഏറ്റവും പുതിയ LHB റേക്കുകളാണ് ഈ ഒരു ട്രെയിനിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം സൗകര്യങ്ങളും മറ്റും ഉണ്ടാവും. സ്ലീപ്പർ കോച്ചുകൾ പോലെ തന്നെ നമ്മുടെ ജനറൽ കോച്ചുകളും അത്യാവശ്യം വൃത്തിയും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോച്ചുകളാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. തിരക്ക് താരതമ്യേന കുറവാണ്. ഇപ്പോൾ ശബരിമല സീസൺ തുടങ്ങിയത് കൊണ്ട് ശബരിമലയിലേക്ക് പോകാവുന്ന തീർത്ഥാടകരും ഈ ഒരു ട്രെയിനിൽ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രെയിൻ നമ്പർ 17422 അത് കൊല്ലത്ത് നിന്നും തിരുപ്പതിയിലേക്ക് പോകുന്ന വീക്കിലി എക്സ്പ്രസ് ആണ്. അത് എല്ലാ ബുധനാഴ്ചകളും രാവിലെ 10:45 കൊല്ലത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് തൊട്ട് അടുത്ത ദിവസം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 3:20 തിരുപ്പതിയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:40 തിരുപ്പതിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ 6:20 കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്.
നമുക്ക് ഈ ഒരു ട്രെയിനിലെ കോച്ചുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ കാണുന്നതാണ് 2 ടയർ AC കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി തുറക്കാതിരുന്നാൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോയ്ലറ്റ് എല്ലാം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് വാഷും മറ്റു കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഷ് ബേസിനും വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 2 AC കമ്പാർട്ട്മെൻറ്റിനകത്ത് കർട്ടൻസ് വരും കേട്ടോ. നമുക്ക് അത്യാവശ്യം പ്രൈവസി ലഭിക്കും. ഏറ്റവും എൻഡിലുള്ള ഇതുപോലെ 2 സീറ്റ് വരുന്ന ഭാഗത്ത് കുറച്ചും കൂടി പ്രൈവസി നമുക്ക് ലഭിക്കും. കപ്പിൾസായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ എല്ലാ സീറ്റുകളിലും തന്നെ കർട്ടൻസ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ സൈഡ് അപ്പർ ലോവർ ഭാഗത്തും സെപ്പറേറ്റ് കർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സ്വസ്ഥമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും പുതിയ LHB കോച്ചുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ. റീഡിംഗ് ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് AC കോച്ചുകളിൽ കിട്ടുന്ന പുതപ്പും മറ്റ് ലിനനും അതുപോലെ തന്നെ പില്ലോയൊക്കെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കും കേട്ടോ. നമ്മുടെ തേർഡ് AC കിട്ടുന്നതിനേക്കാളും വൃത്തി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ടവലും ഇവർ നമുക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻ കേസ് തേർഡ് AC കോച്ചുകളിലെ ടവൽ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ അവരത് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ എല്ലാ സീറ്റുകളിലും റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് AC കോച്ചുകളിൽ മാത്രമാണ് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം പുതിയതായിട്ട് ഇറക്കുന്ന LHB കോച്ചുകളുടെ തേർഡ് AC കോച്ചുകളിലും ഈ റീഡിംഗ് ലാമ്പ് സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി നേരെ തേർഡ് AC കോച്ചിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പർ ക്ലാസ് കോച്ചുകളിൽ ഒരു പരിഷ്കൃത വെർഷൻ AC വെർഷനാണ് ഈ കാണുന്ന തേർഡ് AC കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്ലീപ്പർ ഉള്ളതുപോലെ തന്നെ 3 ബർത്താണ് വരുന്നത് ഒരു സൈഡിലേക്ക്. മിഡിൽ ബർത്ത് കൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയും റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റുകൾക്കും ഇൻഡിവിജ്വലായിട്ട് പ്ലഗ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അയ്യപ്പ സ്വാമിമാർ നമ്മുടെ ഈ ഒരു ട്രെയിനിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ കയ്യിൽ ഒരുപാട് പൂക്കളവും ഹാരങ്ങളും വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും കോച്ചിൻ്റെ പുറത്തേക്ക് കെട്ടിയിടാറാണ് പതിവ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഈ ട്രെയിനിൽ എല്ലാ കോച്ചുകളും നല്ല വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ബ്ലാങ്കറ്റൊക്കെ ഇവർ വല്ലപ്പോഴൊക്കെയാണ് ഇവിടെ വാഷ് ചെയ്യുന്നത്. പക്ഷേ ലിനനും അതുപോലെ തന്നെ പില്ലോ കവറും ഡെയിലി വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് റിപ്ലേസ് ചെയ്ത് തരും. ഇപ്പോൾ ഞാനിന്ന് യാത്ര ചെയ്യുന്നത് സ്ലീപ്പർ ക്ലാസ് കോച്ചിലാണ് കേട്ടോ. കാരണം ഈ ഒരു ട്രെയിനിൽ അത്യാവശ്യം നമുക്ക് വൃത്തിയാടും വെടുപ്പോടും കൂടിയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എളുപ്പത്തിൽ ടിക്കറ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ ഈ ഒരു ട്രെയിനിൽ. ഈ ഒരു കോച്ചിലാണ് ഞാനിന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ. ബുക്ക് ചെയ്ത സമയത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നെങ്കിലും ചാർട്ട് ആയപ്പോഴത്തേക്കും ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. നല്ല വൃത്തിയോടുകൂടിയും വെടുപ്പോടു കൂടി തന്നെയാണ് ഇതിലെ ടോയ്ലറ്റുകളും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. AC കോച്ചിൽ കണ്ട അതേ വൃത്തിയും കാര്യങ്ങളും ഇവിടെയും നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ഒരു സ്വിച്ച്, ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ലിറ്റർ വെള്ളം അവർ അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. പക്ഷേ എങ്കിലും ചില ആളുകൾ ഇപ്പോഴും ഫ്ലഷ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് മടി കാണിക്കുന്നത് കാണാറുണ്ട്. കൃത്യം 2:40 തന്നെ നമ്മുടെ ട്രെയിൻ തിരുപ്പതിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ കൊല്ലത്ത് 6:20 എത്തിച്ചേരേണ്ട സമയമെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതിന് മുമ്പ് എത്തും കേട്ടോ. 5:30, 5:45 കൂടി ഒരു ട്രെയിൻ എത്തിച്ചേരും. ഈ കാണുന്ന വ്യക്തി ആദ്യം ഞാൻ TT ആണെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ടിക്കറ്റ് ചെക്കിംഗ് സ്ക്വാഡിലുള്ള ഒരു സ്റ്റാഫാണ്. അപ്പോൾ പുള്ളി നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ അവിടെ നിന്നും കയറുകയും എല്ലാ കോച്ചുകളിലും നടന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്ലീപ്പർ ടിക്കറ്റ് ഇല്ലാത്ത ആളുകളിൽ നിന്നും ഫൈൻ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഹൈദരാബാദ്, തിരുപ്പതി, അതുപോലെ തന്നെ വിജയവാഡ ഭാഗത്തൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുന്നവർ ട്രെയിനുകളിലെല്ലാം കൃത്യമായി ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കോച്ചുകൾ യാത്ര ചെയ്യാതിരിക്കുക. ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നെങ്കിൽ പോലും ടിക്കറ്റ് എടുത്ത് മാത്രം യാത്ര ചെയ്യുക കേട്ടോ.
ട്രെയിൻ ഇപ്പോൾ ചിറ്റൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരെല്ലാവരും ഈ ശബരിമലയിലേക്ക് പോകുന്നവരാണ് കേട്ടോ. ചെങ്ങന്നൂർ വരെയാണ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ചിറ്റൂർ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ മാംഗോ സിറ്റി എന്ന ഈ ഒരു ചിറ്റൂർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ തോത്താപ്പുരി മാങ്ങ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ രുചികരമായിട്ടുള്ളതാണ്. ഈ കാണുന്ന വ്യക്തിയാണ് എൻ്റെ കോച്ചിലെ ടി ടി. പുള്ളി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. സാധാരണഗതിയിൽ ടി ടിമാർ ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് സീറ്റ് നമ്പർ ചോദിച്ച് നമ്മുടെ പേര് ചോദിച്ചിട്ട് അവർ മാർക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ പുള്ളി എല്ലാ പാസഞ്ചേഴ്സിൻ്റെയും പേരിങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അടുത്തേക്ക് വരുന്നത്, ടിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ അടുത്തിരിക്കുന്ന എല്ലാവരുടെയും പേര് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വളരെ അപൂർവമായിട്ടാണ് ഞാൻ ഇത്തരത്തിൽ കാണാറുള്ളത് കേട്ടോ. സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല. ഓൺലൈൻ ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് പേര് ചോദിച്ചാണ് വെരിഫൈ ചെയ്യുന്നത്. അതാണ് ആ ഒരു വെരിഫിക്കേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളൊന്നായ കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പൊസിഷൻസ് ഉണ്ട് ട്രെയിനുകൾ വരുന്നതിനും പോകുന്നതിനുമായിട്ട്. ഇപ്പോൾ നമ്മുടെ ട്രെയിന് ശരിക്കും ഒരുപാട് മുമ്പോട്ട് പോയായിരിക്കും നിർത്തുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് കുറേ പ്ലാറ്റ്ഫോമുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ എല്ലാം മറ്റേതെങ്കിലും ഡയറക്ഷനിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം അവരവിടെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലേ, ആളുകൾക്ക് കയറി ക്രോസ് ചെയ്തിട്ട് മെയിൻ എൻട്രൻസിലേക്ക് പോകാനുള്ളതാണ്. പക്ഷേ ഭയങ്കര വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് കൂടി ഒരുപാട് തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരു ട്രെയിനുകളുടെ പൊസിഷൻസ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രെയിനിലേക്ക് ഒരുപാട് യാത്രക്കാർ ഇവിടെ നിന്നും കയറാനായിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ ഒരു ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. നമുക്ക് ഇവിടെ ഇറങ്ങി ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഈ ഒരു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് വേലൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ഇവിടെ പ്ലാറ്റ്ഫോം 1ഉം 2ഉം സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം, ചെന്നൈ റൂട്ടുകൾ വിടുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ 3ഉം 4ഉം 5ഉം പ്ലാറ്റ്ഫോമുകളാണ് സാധാരണ തിരുപ്പതി റൂട്ടിലേക്കും വിഴുപ്പുരം റൂട്ടിലേക്കും സർവീസ് എടുക്കുന്ന ട്രെയിനുകൾക്കായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ട് കിടന്ന നമ്മുടെ കോച്ചിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ ഈ ചായ സപ്ലൈ ചെയ്യുന്ന ആളുകൾ അശ്രദ്ധ മൂലം അവരുടെ കയ്യിൽ നിന്ന് ചായ താഴേക്ക് ലീക്കാവും. ഇത് അവിടെ ക്ലീൻ ചെയ്യാതെ ഇട്ടിരുന്നിട്ട് പിന്നീട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. പിന്നെ അത് ഭയങ്കര വൃത്തികേടായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ആരെങ്കിലും വന്ന് ഉടനെ തന്നെ ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഇവിടെ എല്ലായിടത്തും സ്പ്രെഡ് ആവും. അതുപോലെ തന്നെ കാട്ട്മാണ്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കുറേ അനധികൃത കച്ചവടക്കാരും ഭക്ഷണക്കാരും ഒക്കെ ഈ റിസർവേഷൻ കോച്ചുകളിൽ കയറുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്.
ട്രെയിൻ ഇപ്പോൾ ജോലാർപേട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് കയ്യിലൊരു പേപ്പർ ഒരു സ്ത്രീ കൊണ്ടുവന്നിട്ടിട്ട് പോയത്. ഭായിയോം ഓർ ബഹനോം ഹം ഗരീബോം കെ ലിയെ ഈസ കെ ലിയെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ പ്ലീസ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പണ്ട് കാലത്ത് നമ്മൾ ട്രെയിനുകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡിജിറ്റലൈസേഷനൊക്കെ വരുന്നതിന് മുമ്പ് ട്രെയിനുകൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ആളുകൾ പേപ്പർ കൊണ്ടും തരാറുണ്ട്. ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോഴും കൊണ്ടും തരാറുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഓരോന്ന് തന്നിട്ട് പോകും. എന്നിട്ട് തിരികെ അവർ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പേപ്പർ കളക്ട് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ അടുത്ത് ക്യാഷ് ചോദിക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത് കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉറങ്ങി കിടന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ പുറത്ത് കൊണ്ടൊന്ന് തട്ടിയിട്ട് ഇവർ ഈ പേപ്പർ എൻ്റെ തലയിലൂടെ ഇട്ടിട്ടാണ് ഇവർ പോയത്. അപ്പോൾ എനിക്ക് ഇവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ ഇതിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ച് തീർത്തു. അപ്പോൾ ഇവർ ഈ പരിപാടി ഇപ്പോഴും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിക്കും വലിയൊരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ഡിജിറ്റലൈസ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലും ഇതേ മെത്തേഡ് ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നെ അടുത്തിരിക്കുന്ന പലരോടും ഇവർ കാശ് ചോദിക്കുന്നുണ്ട്, നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരാരും കാശ് കൊടുക്കുന്നില്ല. വളരെ നല്ല കാര്യം. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെയും അഭിപ്രായം. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതുപോലെ റിസർവേഷൻ കോച്ചുകളിൽ കയറി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഒന്നും പറയണ്ട എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവർ ആളുകളിങ്ങനെ നിർബന്ധിച്ച് കാശ് ചോദിക്കുന്ന കണ്ടപ്പോൾ എന്തെങ്കിലും പറയണമെന്ന് തോന്നി. മാത്രമല്ല എൻ്റെ പുറത്ത് ഈ പേപ്പർ തട്ടിയിട്ട് പോയത് എന്താണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. மேலே ஏன் போட்டுட்டு போனீங்க? நான் இங்கே படுத்திருக்கும் போதே மேலே எதுக்கு போட்டுட்டு போனீங்க? கையில தானே தரணும். படுத்துட்டு இருக்கும்போது மேலே ஏதோ பேப்பர் போட்டுட்டு வர. தோசை சப்பாத்தி கடை. தோசை சப்பாத்தி கடை. സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ രാത്രി ഡിന്നറിനുള്ള ഇഡ്ഡലിയും വടയൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു ഉറക്കം ഉറങ്ങി. ഉറക്കത്തിൻ്റെ ഇടയിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കോട്ടയം ചെങ്ങന്നൂർ എത്തിയപ്പോഴത്തേക്കും ശബരിമലയിലേക്ക് പോകുന്ന ചേട്ടന്മാർ ഇറങ്ങുന്ന സമയത്ത് കുറേ ശബ്ദങ്ങളൊക്കെ കേട്ട് ഞാൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നു. ശരിക്കും അരമണിക്കൂർ നേരത്തെ നമ്മുടെ ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകണം. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ കൊല്ലത്ത് നിന്ന് ഇറങ്ങുന്നവർക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകാനായിട്ട് തൊട്ട് കണക്റ്റിംഗ് ആയിട്ട് ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകാനായിട്ട് സാധിക്കും. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു സ്ലീപ്പർ ക്ലാസ് യാത്ര ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. അത്യാവശ്യം ഉറങ്ങാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു ട്രെയിൻ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.